വെനിസ്വേലൻ പ്രസിഡന്റായ നിക്കോളാസ് മദുറോയെ കുറിച്ചാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അമേരിക്ക ഒരു കാരണവും കൂടാതെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ പ്രസിഡൻഷ്യൽ പാലസിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മളാരും അറിയാത്ത ഒരു വശം നിക്കോളാസ് മദുറോയ്ക്കുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഗുരുവായ സത്യസായി ബാബയുടെ ശിഷ്യനായിരുന്നു. എത്ര പേർക്കറിയാം ഇത്? അദ്ദേഹത്തിന്റെ കാരക്കാസിലുള്ള മിറോഫ്ലോഴ്സ് പാലസ് കൊട്ടാരത്തിലേക്ക് എത്തിയാൽ അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സായിബാബ ഒരു കസേരയിലിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ സമീപം നിക്കോളാസ് മദുറോയും അദ്ദേഹത്തിന്റെ ഭാര്യയും തറയിലിരിക്കുന്നു. ഈ ഫോട്ടോ അദ്ദേഹത്തിന്റെ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിക്കോളാസ് മദുറോ സത്യസായിബാബയെ ആദ്യമായി കണ്ടുമുട്ടുന്നത് 2005 അദ്ദേഹത്തെ അവിടേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവരാണ് ആദ്യമായിട്ട് ബാബയുടെ ശിഷ്യയാകുന്നത്. പിന്നീട് അവർ തൻ്റെ ഭർത്താവിനെയും അവിടെ കൂട്ടിക്കൊണ്ടു ചെന്നു. അദ്ദേഹം എക്കാലവും പിന്നീട് ബാബയുടെ ശിഷ്യനായിട്ട് തന്നെ തുടരുകയായിരുന്നു, ഭക്തനായിരുന്നു. 2005 അദ്ദേഹം പ്രശാന്തി നിലയത്തിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും ബാബയെ കാണാനായിട്ട് ആന്ധ്രയിലെ പ്രശാന്തി നിലയത്തിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ, അതായത് വെനിസ്വേലയുടെ വിദേശകാര്യമന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഹ്യൂഗോ ചാവേസ് ആയിരുന്നു വെനിസ്വേലയുടെ പ്രസിഡന്റ്. കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം പിന്തുടരുമ്പോഴും ബാബയെ പോലുള്ള ഒരു ആത്മീയ ആചാര്യന്റെ ശിഷ്യനാകുന്നതിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോയില്ല. അത് അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിലെയൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചാണ്. കമ്മ്യൂണിസം ഒന്നും അവർക്കില്ല. അവർ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഒന്നും നേരിട്ടിട്ടുമില്ല. ഇവിടെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്ന കമ്മ്യൂണിസം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ ശക്തികളോട് പോരടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന നിക്കോളാസ് മദുറോയെ പോലുള്ള ആൾക്കാരെ, സത്യസായി ബാബയെ പോലുള്ള ആത്മീയ ഗുരുക്കന്മാരെ തേടി ഇന്ത്യയിലെത്തി അവരോടൊപ്പം ഉള്ള ഫോട്ടോ തൻ്റെ ഓഫീസിൽ വെക്കാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നു എന്നുള്ളത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതായത് അവരുടെ ഈ രാഷ്ട്രീയ പൊറോട്ട നാടകങ്ങളൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്നില്ല. ഇവിടെ സാമ്രാജ്യത്വത്തിനെതിരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കവല പ്രസംഗങ്ങൾ നടത്തുന്നതല്ലാതെ യഥാർത്ഥ സാമ്രാജ്യത്വ ശക്തികളെ കണ്ടാൽ കാലിനിടയിൽ തിരുകി ഓടുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല നിക്കോളാസ് മദുറോ. അദ്ദേഹം അമേരിക്കക്കെതിരെ പോരടിച്ച് നിൽക്കുന്ന, ഒടുവിൽ അമേരിക്ക അദ്ദേഹത്തെ കീഴടക്കിയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ കഴിഞ്ഞ ദിവസവും അമേരിക്കയിലെ കോടതിയിൽ അദ്ദേഹത്തെ ട്രയലിനായി കൊണ്ടുചെന്നപ്പോൾ നിക്കോളാസ് മദുറോ, ഞാൻ ഒരു മാന്യമായി ജീവിക്കുന്ന മനുഷ്യനാണ്, നിങ്ങൾ എൻ്റെ പുറത്ത് ചാപ്പ കുത്തിയിരിക്കുന്നത് പോലെ ഞാനൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനല്ല എന്ന് പറയാനുള്ള ആത്മബലം ഈ കസ്റ്റഡിയിൽ വെച്ചും കാണിക്കുന്ന മദുറോ എവിടെ കിടക്കുന്നു? നമ്മുടെ നാട്ടിലെ രാവിലെ തലയിൽ മുണ്ടിട്ട് രാത്രിയിൽ ക്ഷേത്രത്തിൽ പോവുകയും രാവിലെ എഴുന്നേറ്റ് കമ്മ്യൂണിസം പറയുകയും ചെയ്യുന്ന നേതാക്കന്മാർ എവിടെ കിടക്കുന്നു? ഞാൻ സാന്ദർഭികമായിട്ട് ഇത് ഓർത്തുപോയെന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. നിക്കോളാസ് മദുറോ പിന്നീട് ഈ കഴിഞ്ഞ 2025 തൻ്റെ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ അതിഥികൾക്ക് ക്ഷണം അയച്ചപ്പോൾ ആ ക്ഷണക്കത്തിന്റെ ഒരു മൂലയ്ക്ക് ഓം എന്ന് പ്രിന്റ് ചെയ്താണ് അദ്ദേഹം അയച്ചത് എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. എന്തായാലും അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് ഭാരതീയർക്ക് മതിപ്പില്ല, പക്ഷെ ലോകമെമ്പാടും മതിപ്പുണ്ട്. യഥാർത്ഥത്തിൽ ദക്ഷിണ അമേരിക്ക ഇന്ത്യയുടെ സംസ്കാരവുമായിട്ട് അവിഭാജ്യമായിട്ട് ഘടിപ്പിച്ച ബന്ധമുള്ള ഒരു ലോകമാണ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ഇൻക എന്ന് പറയുന്ന വലിയൊരു നാഗരികത ഉണ്ടായിരുന്നു. അത് പാശ്ചാത്യ ശക്തികൾ, പ്രത്യേകിച്ച് സ്പാനിഷ് ആക്രമണകാരികളാണ് ആ നാഗരികതയെ നശിപ്പിച്ചത്. അത് ഏതാണ്ട് 600-700 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് AD 10-ാം നൂറ്റാണ്ടിനും 15-16 നൂറ്റാണ്ട് വരെ
ഉള്ള കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന ഇൻകാ സംസ്കാരം അത് പിന്നെ അതിമഹത്തായ ഒരു സംസ്കാരമായിരുന്നു. അവരുടെ സംസ്കാരത്തെ അവിടെ ചെന്ന് അവിടെ രോഗം പരത്തിയും മറ്റു രീതിയിൽ അവരെ വഞ്ചിച്ചും ആ സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കിയത് വെള്ളക്കാരാണ്. എന്നിട്ട് അവരാണ് ഇന്ന് ലോകത്തെ സംസ്കാര സമ്പന്നമാക്കാൻ നടക്കുന്നത്. അവരാണ് വൈറ്റ് മാൻസ് ബർഡനാണ് ഈ ബാക്കിയുള്ള ലോകത്തെയൊക്കെ സംസ്കാര സമ്പന്നരാക്കുക എന്നുള്ളതൊക്കെ പ്രചരിപ്പിക്കുകയും ആ തത്വശാസ്ത്രത്തിന്റെ പുറകെ നാണം കെട്ട് വാലും കുലുക്കി നടക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. 1970 തൊട്ടേ സത്യസായി പ്രസ്ഥാനം കാരക്കാസിൽ ഉണ്ടായെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ കാലഘട്ടത്തിലാണ് 2 ഭക്തകൾ, ആർലറ്റ് മേയർ അതുപോലെ എലിസബത്ത് പാമർ എന്നിങ്ങനെ 2 ഭക്തകൾ ആദ്യമായിട്ട് സായി ആശ്രമം പുട്ടപർത്തിയിൽ എത്തുന്നത്. ആ 70 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1972 അതിനുശേഷം അവരവിടെ കാരക്കാസിൽ ഒരു സായി സെന്റർ എന്ന് പറയുന്ന ആശ്രമത്തിന്റെ ഒരു ഘടകം അവിടെ തുറക്കുകയും പിന്നീട് 1974 ആകുമ്പോഴേക്കും ഹവേർഡ് മർഫറ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, സത്യസായി ബാബ മാൻ ഓഫ് മിറാക്കിൾസ് എന്ന് പറഞ്ഞു. ആ പുസ്തകം അവിടെ സ്പാനിഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് സത്യസായി സെന്റർ കാരക്കാസിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോ സത്യസായി മഠത്തിന് വെനിസ്വേലയുമായിട്ടുള്ള ബന്ധം 1970 തുടങ്ങി. അത് 2005 പ്രസിഡന്റ്, അന്നത്തെ വിദേശകാര്യമന്ത്രിയും പിന്നീട് പ്രസിഡന്റുമായ നിക്കോളാസ് മദൂറോയുടെ ആശ്രമ സന്ദർശനത്തിൽ വരെ എത്തി. അതൊരു വളരെ ഒരു അജ്ഞാതവും ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവവികാസമാണ് അത് എന്നേ നമുക്കിപ്പം പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ശരി, മദൂറോ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാണിച്ച ഒരു ആർജവം, സത്യസന്ധത, ധൈര്യം, അതായത് താൻ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും തത്വശാസ്ത്രത്തിൽ ആർക്കും വിശ്വസിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോഴും ആത്മവഞ്ചന കാണിക്കാതിരിക്കുക. ആത്മവഞ്ചന മുഖമുദ്രയായിട്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇടത് രാഷ്ട്രീയക്കാര് മദൂറോയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അപ്പം നമ്മൾ തെറ്റിദ്ധാരണയുള്ളവരൊക്കെ മദൂറോയെ കണ്ടുപഠിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാബായെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യം, ആചാര്യന്മാരെ ബഹുമാനിക്കാം. നമുക്ക് അവരിൽ ശിഷ്യനാകുകയോ ശിഷ്യനാകാതിരിക്കുകയോ ഒക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ ശിഷ്യനാകണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ആരുടെയും ശിഷ്യനുമല്ല. പക്ഷേ നമ്മൾ പുച്ഛിക്കാതിരിക്കുക ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെ. ആ ഗുരുക്കന്മാരൊക്കെ അവരവരുടെ വഴി തെളിച്ച് അവർ പോകട്ടെ. നമ്മൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ നമ്മൾക്കത് വിശ്വസിക്കാതിരിക്കാം. എന്തായാലും ശരി, ആത്മവഞ്ചന കാണിക്കാതിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് മദൂറോയുടെ ആ ഒരു പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കൂടുതൽ ഇത്തരം വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ ഒരു അഭ്യർത്ഥന, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വിജയിപ്പിക്കാൻ എന്നെ സഹായിക്കുക. നന്ദി, നമസ്കാരം.